തൃശൂർ പൂരം കലക്കിയത് പോലീസാണെന്നാണ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ MP പറയുന്നത്. ഇപ്പോൾ എടുത്ത നടപടികൾ പോരെന്നും കമ്മീഷണർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ എന്നറിയാൻ ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നുമാണ് മുരളീധരൻ പറയുന്നത്. പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉണ്ടായ പരാതിയിൽ തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്, അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെ സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. കമ്മീഷണറെ ഇവർ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവരും. ആളെ പറ്റിക്കാനാണ് ഈ നടപടി. പൂരം കലക്കാൻ രാവിലെ മുതൽ കമ്മീഷണർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കമ്മീഷണർ പൂരം കലക്കുന്നതിന് ഞാൻ തന്നെ സാക്ഷിയാണ്. ബ്രഹ്മസ്വം മഠത്തിൽ പാസും കാണിച്ച് എത്തിയവരെ തടഞ്ഞു. എന്നെ തടയാൻ നോക്കിയിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേനെ. പൂരത്തിൻ്റെ പൊലിമ മുഴുവൻ പോയി എന്നുമാണ് മുരളീധരൻ പറയുന്നത്. സിനിമാ നടനും BJP സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി സംഭവ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചെന്നാണ് BJPയുടെ സൈബർ പോരാളികൾ പറയുന്നത്. എന്നാൽ സുരേഷ് ഗോപിയെ പൂരത്തിൻ്റെ അന്ന് എവിടെയും കണ്ടിട്ടില്ല. പുറം വേദനയാണെന്ന് പറഞ്ഞു പോയ ആൾ പിന്നീട് സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ വന്ന് ഷോ കാണിച്ചു. എന്നിട്ട് സൈബർ പ്രവർത്തകരെ കൊണ്ട് പ്രശ്നം പരിഹരിച്ചു എന്ന് പറയിക്കുന്നതും ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്നും മുരളീധരൻ പറയുന്നു. വോട്ട് കച്ചവടത്തിന് ഈ പൂരത്തെ ഉപയോഗിച്ചു. ഇത് അന്തർധാരയുടെ ഭാഗമാണ്. തൃശ്ശൂരിൽ UDF വിജയിക്കും. എന്നാൽ BJP രണ്ടാം സ്ഥാനത്ത് വന്നാൽ അതിന് ഉത്തരവാദി പിണറായി വിജയൻ മാത്രം ആയിരിക്കുമെന്നും മുരളീധരൻ പറയുന്നു. കൂടാതെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി പരിഗണനയിൽ ഇല്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവനയെയും മുരളീധരൻ വിമർശിച്ചു. ഇത്തവണത്തെ ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് CPM-ന് MP-മാർ ഉണ്ടായാൽ രാഹുൽ ഗാന്ധിയെ അവർ പിന്തുണയ്ക്കില്ല എന്നാണ് പിണറായിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. CPM ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഉദാഹരണമാണിത്. കേരളത്തിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരൊറ്റ MP-മാരെ പോലും ഡൽഹിക്ക് അയക്കരുത്. അയച്ചാൽ അവർ ഇന്ത്യ എന്ന വലിയ മുന്നണി കുളമാക്കി മാറ്റും. രാഹുലിനെ മാത്രമല്ല കോൺഗ്രസിനെ പോലും തലപ്പത്തെത്തിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല. മോഡിക്ക് വേണ്ടി ഇടതുപക്ഷം ഇന്ത്യ മുന്നണി കലക്കും. പിണറായിയുടെ ഒരാളെപ്പോലും ഡൽഹിക്ക് അയക്കരുതെന്നും രാഹുൽ തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നും മുരളീധരൻ പറയുന്നു. BJPയെ എതിർക്കാൻ ഒരുമിച്ച് നിൽക്കുന്ന മഹാപ്രതിപക്ഷ സഖ്യത്തിലുള്ളവരാണ് ഈ കോൺഗ്രസും CPM-ഉം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കാര്യം പറഞ്ഞ് തമ്മിലടിക്കുന്നവർ ഭരണം കിട്ടിയാൽ എങ്ങനെയാവും ഒത്തൊരുമിച്ച് ഭരിക്കുന്നത്? ഇലക്ഷനിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിജയിച്ചാലും ഇത്തരം തമ്മിൽ തല്ലുകൾ എല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട് BJP. വലിയൊരു ഓപ്പറേഷൻ താമര നടത്താൻ ഇലക്ട്രൽ ബോണ്ട് വഴി വാരിക്കൂട്ടിയ പണം അവരുടെ കയ്യിലുണ്ട് താനും. അതുകൊണ്ട് ഭൂരിപക്ഷം നേടുക എന്നതിലുപരി ഒറ്റക്കെട്ടായി BJPക്കെതിരെ നിൽക്കുക എന്നതിലാകണം ഇന്ത്യ സഖ്യം ശ്രദ്ധ കൊടുക്കേണ്ടത്.